മലയാള ചലച്ചിത്ര ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നവംബർ 1-ന് നടക്കാനിരിക്കുകയാണ്. 128 ചിത്രങ്ങൾ മത്സരത്തിന് എത്തിയതിൽ നിന്ന് പ്രാഥമിക ജൂറിയുടെ കണിശമായ പരിശോധനകൾക്കൊടുവിൽ 38 ചിത്രങ്ങളാണ് അന്തിമ വിധി നിർണയത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ നടനും സംവിധായകനുമായ പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അന്തിമമായി വിജയികളെ തീരുമാനിക്കുന്നത്. മലയാള സിനിമയുടെ സമകാലീന പ്രവണതകളെയും പ്രതിഭയുടെ ഉജ്ജ്വല പ്രകടനങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഈ വർഷത്തെ മത്സരം മുൻ വർഷത്തേക്കാൾ വാശിയേറിയതും ശ്രദ്ധേയവുമാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രധാന ആകർഷണം മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങളാണ്. ഇത്തവണത്തെ അവസാന റൗണ്ടിൽ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. അനുഭവസമ്പന്നനായ താരങ്ങളും യുവതാരങ്ങളും ഒരുപോലെ അവസാന പട്ടികയിൽ ഇടം നേടിയത് ഈ വിഭാഗത്തിലെ മത്സരം കടുപ്പമുള്ളതാക്കുന്നു. പ്രതിഭാധനനായ നടൻ മമ്മൂട്ടി പ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന ദുരൂഹത നിറഞ്ഞ കഥാപാത്രത്തിലൂടെയാണ് വീണ്ടും സംസ്ഥാന പുരസ്കാരത്തിനായുള്ള പോരാട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കറുപ്പിലും വെളുപ്പിലുമായി ചിത്രീകരിച്ച ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ചയും ശബ്ദ നിയന്ത്രണവും മലയാള സിനിമയുടെ ചരിത്രത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി നിരൂപകർ വിലയിരുത്തുന്നു. ഒരുപക്ഷെ ഈ പ്രകടനം മമ്മൂട്ടി വീണ്ടും ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി മാറും. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കരിയറിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. ലെവൽ ക്രോസ്, കിഷ്കിന്ധകാണ്ഡം, രേഖാചിത്രം, അഡിയോസ് അമിഗോ തുടങ്ങിയ വ്യത്യസ്ത സ്വഭാവമുള്ള ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം മത്സരരംഗത്തുള്ളത്. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ജൂറിയുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുമുണ്ട്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മോഹൻലാൽ അവസാന റൗണ്ടിൽ ഇടം നേടിയത്.